ഹലോ എവരി വൺ, വെൽക്കം ടു ചിന്നു സ്വീറ്റ്സ് ആൻഡ് സ്പൈസി വേൾഡ്. നമ്മളിന്ന് ഒരു അടിപൊളി ഈന്തപ്പഴ അച്ചാറാണ് കേട്ടോ തയ്യാറാക്കുന്നത്. കാണുമ്പോൾ ഒരു പായസത്തിൻ്റെ ലുക്കൊക്കെ ഉണ്ടെങ്കിലും ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹോട്ട് ആൻഡ് സ്വീറ്റ് ഈന്തപ്പഴ അച്ചാറാണ്. അപ്പം ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാം. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഈന്തപ്പഴം ആദ്യം തന്നെ കുരുവൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് ഒന്ന് പിച്ചി കീറി എടുത്താൽ മതി. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ച് നമ്മൾ ഒന്ന് സോക്ക് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. അതിന് ശേഷം വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി നമ്മൾ കൊണ്ടുവയ്ക്കേണ്ടതുണ്ട്. അതൊക്കെ നമുക്ക് ഇതിൻ്റെ ഓരോന്ന് ചെയ്യുന്ന വഴിയെ തന്നെ നോക്കാം. അപ്പോൾ ഞാനൊരു ഉരുളി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പിന് മിച്ചം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ഇട്ട് കൊടുത്തു. അത് പൊട്ടി വന്നപ്പോൾ 10-12 വറ്റൽമുളക് നുറുക്കി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് മൂത്ത് വന്ന സമയത്ത് ഒരു 4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും നീളത്തിലരിഞ്ഞതാണ്, ഒരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ കൂടെ തന്നെ നമ്മൾ വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്, നമ്മൾ മുളക് പൊടി ചേർക്കും. എന്നാൽ പോലും ഈ അച്ചാറിന് എരിവ് കുറച്ച് കൂടി നിൽക്കണം. അപ്പോൾ ഒരു 7 പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പം ആ കൂടെ ഒരു നല്ല പിടി തന്നെ കറിവേപ്പില കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെല്ലാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ, ഒത്തിരി ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് അതിൻ്റെ പുറം വാങ്ങിച്ചെടുക്കരുത്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അതിലൊരു പച്ച ചുവയെല്ലാം മാറി ആ വെള്ളമയമൊക്കെ മൊത്തമായിട്ട് പോയില്ലെങ്കിൽ നമ്മുടെ അച്ചാർ ചീത്തയായി പോകും, പെട്ടെന്ന് ചീത്തയാവും. അപ്പോൾ ഇത് കുറച്ച് സമയം എടുത്ത് തന്നെ ഒരു 5-6 മിനിറ്റ് എങ്കിലും നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട്, അറിയാമല്ലോ അതിൻ്റെ ഒരു ഗിരിഗിര എന്നുള്ളൊരു ശബ്ദം വരും. അപ്പം അത് അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വരുമ്പം നമ്മൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കും. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനിവിടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പം പകുതി സാധാരണ മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇങ്ങനെ ഹാഫ് എടുക്കാം. അതൊക്കെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം, അല്ലെങ്കിൽ അറിയാമല്ലോ പൊടി കരിഞ്ഞു പോവും. ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ ആ പച്ചമണ്ണമൊക്കെ ഒന്ന് മാറി വരുമ്പം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈന്തപ്പഴം, ഞാനിവിടെ ഒരു 750 ഗ്രാം, അതായത് കുരു കളഞ്ഞതിന് ശേഷം ഒരു 3/4 കിലോ ഈന്തപ്പഴമാണ് കേട്ടോ സോക്ക് ചെയ്ത് വെച്ചിരുന്നത്. അത് സോക്ക് ചെയ്യുന്നതിന് ഒത്തിരി ഒഴിച്ചു വെക്കുക എന്നല്ല, ഒന്ന് സോഫ്റ്റായി കിട്ടാനും ആ കൂടെ അതിൽ ചെറിയ പുളിയൊക്കെ പിടിച്ച് കഴിയുമ്പോൾ നല്ലൊരു ഇതായി കിട്ടും, സോഫ്റ്റായി കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഇച്ചിരി വിനാഗിരി ചേർത്തിട്ടൊന്ന് ഒന്നിങ്ങനെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നിട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പും ഈ പറഞ്ഞതുപോലെയാണ്, കുറച്ചേറെ കൂടി നിൽക്കണം. അതിനുശേഷം ഞാനൊരു 1/2 കപ്പ് മിച്ചം വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വിനാഗിരി ഞാൻ കൃത്യ അളവ് പറയുന്നില്ല, നമ്മൾ എടുക്കുന്ന ഡേറ്റ്സിനും അനുസരിച്ച് വേണം നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി വേണമെങ്കിൽ ഇപ്പം ചേർത്തത് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ പിന്നീട് വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു 1.5 ഗ്ലാസ് വെള്ളം, 1.5 ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെ ആ ഒരു കുതിർന്നുള്ള അവസ്ഥയും എല്ലാം കൂടെ നോക്കിയിട്ട് വേണം വെള്ളവും ചേർത്ത് കൊടുക്കാനായിട്ട്. അതായത് ഈന്തപ്പഴം നന്നായിട്ട് വെന്ത് കിട്ടി നല്ല അതൊരു എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന ആ ഒരു പരുവത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. അപ്പം 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇപ്പം ഞാൻ തുറന്ന് നോക്കുമ്പോഴത്തേ പോലെ, അതായത് ലോ ഫ്ലെയിമിലാകുമ്പോൾ കുറച്ച് വെള്ളമയമൊക്കെ ആയിട്ടുണ്ടാവും. അതൊന്നുകൂടെ ഒന്ന് ഇളക്കി അടച്ച് വെച്ച് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ഒരു ഉണ്ട ശർക്കര ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3/4 കിലോ ഈന്തപ്പഴമുണ്ട്. ഒരിക്കലും വിചാരിക്കരുത് ഈന്തപ്പഴത്തിന് മധുരമല്ല, അപ്പോൾ പിന്നെ ശർക്കരയും കൂടെ ചേർത്താൽ ഒരുപാട് മധുരമാവില്ല എന്ന് ചിന്തിക്കരുത്. പഞ്ചസാരയോ ശർക്കരയോ ചേർക്കാൻ, ശർക്കരയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ശർക്കര ചേർത്ത് കൊടുത്താൽ മധുരം വന്ന് ബാലൻസ് ആകുമ്പോഴാണ്, ഇച്ചിരി ഇതായിട്ട് നിൽക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. പിന്നെ ഞാനൊരു 1/2 ഉണ്ടയും കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞു 3/4 കിലോ ഡേറ്റ്സ് ഉണ്ട്, അപ്പോൾ അതിനനുസരിച്ച് അപ്പോൾ ഒരു 1.5 ഉണ്ട ശർക്കര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി വലിയ ഉണ്ടയല്ല, അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉണ്ട ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിനിടയ്ക്ക് നമ്മൾ ഉപ്പും ആ ഒരു വിനാഗിരിയുടെ ടേസ്റ്റും ഒക്കെ പാകത്തിനുണ്ടോ എന്നുള്ളത് നോക്കി കൊടുക്കണം കേട്ടോ. അത് നോക്കിയിട്ട് അത് പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്യുക. അതിനുശേഷം ഞാൻ നമ്മുടെ ഉലുവയല്ല, കായപ്പൊടിയാണ് കേട്ടോ. കായപ്പൊടി ഒരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ കൂടെ നമ്മൾ പിന്നെ ഉപ്പ് നോക്കുന്നുണ്ട്, ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു. അപ്പം കായപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, അധികം ഉലുവാപ്പൊടി വേണ്ട,
1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ട് എന്താ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഇതാണ്ടോ വീണ്ടും എനിക്ക് ഉപ്പ് പോരാ എന്ന് തോന്നിയിട്ട് ഞാൻ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നോക്കി ടേസ്റ്റ് നോക്കിയിട്ട് ഇതൊക്കെ പാകത്തിന് ചേർക്കുക. ഓക്കെ, അപ്പം കായപ്പൊടി ആണെങ്കിലും ഒരുപാട് ചേർക്കേണ്ട, അതൊരു 1/4 ടീസ്പൂണാണ് ചേർത്തേക്കുന്നത്. ഉലുവാപ്പൊടിയും അധികം ചേർക്കരുത്. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഈന്തപ്പഴം അച്ചാർ ഇവിടെ റെഡിയാണ്. ഇങ്ങനെ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക, ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്, അറിയാമല്ലോ, പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പം വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്